ആദ്യ പുസ്തകം അധ്യായം 48. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. ഈ കാര്യങ്ങൾക്ക് ശേഷം സംഭവിച്ചത് എന്തെന്നാൽ, നിന്റെ അപ്പൻ രോഗിയായിരിക്കുന്നു എന്ന് യൗസേപ്പിനോട് അറിയിക്കപ്പെട്ടു. അവൻ തൻ്റെ 2 പുത്രന്മാരായ മനശ്ശെയെയും അഫ്രേമിനെയും കൂട്ടിക്കൊണ്ട് ചെന്നു. നിന്റെ മകൻ യൗസേഫ് നിന്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്ന് അവർ യാക്കോബിനെ അറിയിച്ചു. അവൻ ശക്തി സംഭരിച്ച് കട്ടിന്മേൽ എഴുന്നേറ്റിരുന്നു. ഇസ്രായേൽ യൗസേഫിനോട് പറഞ്ഞു, സർവശക്തനായ ദൈവം കനാൻ ദേശത്തെ ലൂസിൽ വച്ച് എനിക്ക് വെളിപ്പെട്ട് എന്നെ അനുഗ്രഹിച്ച് എന്നോട് അരുളി ചെയ്തു, ഞാൻ നിന്നെ അനുഗ്രഹിച്ചു നിന്നെ വർദ്ധിപ്പിക്കുന്നു. നീ ജനതകളുടെ സമൂഹമാവാൻ ഞാൻ ഇടയാക്കും. നിന്റെ ശേഷം നിന്റെ സന്തതിക്ക് ഈ ദേശം ശാശ്വതാവകാശമായി ഞാൻ നൽകും. ഞാൻ മെസ്രേനിൽ നിന്റെ അടുത്ത് എത്തും മുമ്പ് മെസ്രേൻ ദേശത്ത് നിനക്ക് പിറന്ന 2 പുത്രന്മാർ എനിക്കുള്ളവരായിരിക്കും. അഫ്രേമും മനശ്ശെയും എനിക്കുള്ളവരായിരിക്കും. റൂബേലും ശെമവൂനും എന്ന പോലെ അവർ എനിക്കുള്ളവരായിരിക്കും. അവർക്ക് ശേഷം നിനക്ക് ജനിക്കുന്ന പുത്രന്മാർ നിനക്കുള്ളവരായിരിക്കട്ടെ. അവർ തങ്ങളുടെ അവകാശങ്ങളിൽ തങ്ങളുടെ സഹോദരന്മാരുടെ പേരിൻ പ്രകാരം വിളിക്കപ്പെടട്ടെ. ഞാൻ പദൻ ആറാമിൽ നിന്ന് വരുമ്പോൾ എഫ്രാത്ത് ദേശത്ത് എത്തുന്നതിന് അല്പം ദൂരെ മാത്രമുള്ളപ്പോൾ കനാൻ ദേശത്ത് വഴിയിൽ വച്ച് റാഹേൽ മരിച്ചു. യെഫ്തായ്ക്കുള്ള വഴിയരികിൽ ഞാൻ അവളെ അടക്കം ചെയ്തു. അത് തന്നെയാണ് ബെത്ലേഹം. ഇസ്രായേൽ യൗസേഫിന്റെ പുത്രന്മാരെ കണ്ടിട്ട് ഇവർ ആരാകുന്നു എന്ന് ചോദിച്ചു. ഇവിടെ ദൈവം എനിക്ക് തന്ന പുത്രന്മാർ ഇവരാകുന്നു എന്ന് യൗസേഫ് തൻ്റെ പിതാവിനോട് പറഞ്ഞു. അവരെ എൻ്റെ അടുത്തേക്ക് അടുപ്പിക്കൂ, ഞാൻ അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് അവൻ പറഞ്ഞു. വാർദ്ധക്യം നിമിത്തം ഇസ്രായേലിൻ്റെ കണ്ണുകൾ മങ്ങിയിരുന്നു. അവന് ശരിയായി കാണുവാൻ കഴിവില്ലായിരുന്നു. അവരെ അവനോട് അടുപ്പിച്ചു. അവൻ അവരെ ആശ്ലേഷിച്ച് ചുംബിച്ചു. ഇസ്രായേൽ യൗസേഫിനോട്, നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. എന്നാൽ നിന്റെ പുത്രന്മാരെയും കൂടി ദൈവം എന്നെ കാണിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അവൻ അവരെ അവൻ്റെ മുട്ടുകൾക്ക് മുമ്പിൽ നിന്ന് മാറ്റി. അവർ നിലത്ത് വീണ് അവനെ നമസ്കരിച്ചു. യൗസേഫ് തൻ്റെ 2 പുത്രന്മാരെ കൂട്ടിക്കൊണ്ടുവന്നു. അഫ്രേമിനെ തൻ്റെ വലങ്കൈ കൊണ്ട് ഇസ്രായേലിൻ്റെ ഇടത്തുവശത്തും മനശ്ശെയെ തൻ്റെ ഇടത്ത് കൈകൊണ്ട് ഇസ്രായേലിൻ്റെ വലത്തുവശത്തുമായി അവൻ്റെ പക്കൽ സമർപ്പിച്ചു. ഇസ്രായേൽ തൻ്റെ വലങ്കൈ നീട്ടി ഇളയവനായ അഫ്രേമിൻ്റെ തലമേലും ഇടം കൈ നീട്ടി മൂത്തവനായ മനശ്ശെയുടെ തലമേലും തൻ്റെ കൈകൾ പിഴച്ചു വച്ചു. അവൻ യൗസേഫിനെ അനുഗ്രഹിച്ചു പറഞ്ഞത്, എൻ്റെ പിതാവായ അബ്രഹാമും ഇസ്ഹാക്കും ആരുടെ സന്നിധിയിൽ ഭജിച്ചുവോ ആ ദൈവം എൻ്റെ ശൈശവം മുതൽ ഇന്നുവരെയും എന്നെ പുലർത്തിയ ദൈവം, എല്ലാ തിന്മയിൽ നിന്നും എന്നെ രക്ഷിച്ച മാലാഖ ഈ പൈതങ്ങളെ അനുഗ്രഹിക്കട്ടെ.
എൻ്റെ നാമവും എൻ്റെ പിതാക്കന്മാരായ അബ്രാഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും നാമവും ഇവരിൽ വിളിക്കപ്പെടട്ടെ. ഇവർ ദേശത്തിനകത്ത് വർദ്ധിച്ച് പെരുകട്ടെ. പിതാവ് തൻ്റെ വലത്തുകൈയായ അഫ്രേമിൻ്റെ തലമേൽ വച്ചിരിക്കുന്നത് യൗസേഫ് കണ്ടപ്പോൾ അവന് അത് അനിഷ്ടമായി. അഫ്രേമിൻ്റെ തലയിൽ നിന്ന് മാറ്റി മനശ്ശെയുടെ തലയിൽ വയ്ക്കുന്നതിനായി അവൻ പിതാവിനെ കൈക്ക് പിടിച്ച് യൗസേഫ് തൻ്റെ അപ്പനോട്, എൻ്റെ പിതാവേ, ഇങ്ങനെയല്ല, ഇവനാകുന്നു ആദ്യജാതൻ. നിന്റെ വലങ്കൈ അവൻ്റെ തലമേൽ വയ്ക്കണം എന്ന് പറഞ്ഞു. അവൻ്റെ പിതാവ് അത് ഇഷ്ടപ്പെടാതെ പറഞ്ഞു, എനിക്കറിയാം മകനെ, എനിക്കറിയാം. അവന് ഒരു ജനതയായി തീരും, അവനും പ്രബലനായി തീരും. ഇളയവൻ അവനേക്കാൾ പ്രബലനായി തീരും. അവൻ്റെ സന്തതി ജനസമ്പൂർണമായിത്തീരും. ആ ദിവസത്തിൽ അവൻ അവരെ അനുഗ്രഹിച്ചു. നിന്നിൽ ഇസ്രായേൽ അനുഗ്രഹിക്കപ്പെടുകയും ദൈവം നിന്നെ അഫ്രേമിനെയും മനശ്ശെയും പോലെയും ആക്കട്ടെ എന്ന് പറയുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അഫ്രേമിനെ മനശ്ശെയ്ക്ക് മുമ്പിലാക്കി. ഇസ്രായേൽ യൗസേപ്പിനോട് പറഞ്ഞു, ഇതാ ഞാൻ മരിക്കുന്നു, ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് അവൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും. എൻ്റെ വാളും വില്ലും കൊണ്ട് ഞാൻ ആ ആമൂറായക്കാരുടെ കയ്യിൽ നിന്ന് പിടിച്ചടക്കിയ സ്ഥലം നിന്റെ സഹോദരന്മാർക്ക് ഉപരിയായി ഒരു ഓഹരിയായി നിനക്ക് ഞാൻ തന്നിരിക്കുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോർ.